ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി ആണ്. സാധാരണ നമ്മൾ ഡ്രസ്സിൽ നീഡിൽ വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം ഇതുപോലത്തെ ഫ്ലവേഴ്സ് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ട് ഡ്രസ്സിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, അതുപോലെ ടൈമും സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് എത്രയാണ് ഫ്ലവർ വേണ്ടത്, ഫ്ലവറിൻ്റെ സൈസ് വേണ്ടത്, ആ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ 16 ആയിട്ട് പാർട്ടാക്കുക. ഇത് കണ്ടില്ലേ, ഇതിൽ വരച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിനെ ഈ ഒരു ഷേപ്പാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കത്രികയും കൊണ്ട് ഇപ്പം നമ്മൾ വരച്ചില്ലേ, കുറേ 16 ആയിട്ട് നമ്മൾ വരച്ചില്ലായിരുന്നോ, അതിൻ്റെ എല്ലാം സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കയറി പോകരുത്, ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു കട്ട് മാത്രം കൊടുക്കുക. അതിൽ ആ 16 നമ്മൾ ആ ലൈൻ വരച്ച് അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ കട്ട് കൊടുത്തോടത്തുനിന്ന് ഓരോന്ന് ഇടവിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പാട്ടാണ് ഇത്, നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്താൽ പിന്നെ അടുത്തത് നമ്മൾ കട്ട് ചെയ്യരുത്, അതിന് ശേഷമുള്ളത് കട്ട് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ഇടവിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഈ ഒരെണ്ണം മാത്രം മതി നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുണ്ടാക്കേണ്ട ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സിമ്പിളാണ്. നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും ഈ ഒരു ഇതും കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ത്രെഡ് വേണം. നമ്മൾ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യാം. ഏത് തരത്തിലുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നോർമൽ നമ്മൾ ചെയ്യുന്ന ഒരു ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മളിത് കണ്ടോ, ഇതിൽ നമ്മളിപ്പം കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ ആ ഹൈ ആയിട്ട് നിൽക്കുന്ന ആ ഭാഗത്തു കൂടെയാണ് നമ്മൾ ഈ നൂല് കൊളുത്തുന്നത്. അവിടുന്ന് നമ്മൾ ഓപ്പോസിറ്റ് വരെ ഇങ്ങനെ ചുറ്റുക. അങ്ങനെ ഒരു 4 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം നേരെ നമ്മൾ അപ്പുറത്തേക്ക് പോവുക. ഇത് നമ്മൾ നിർത്തുന്നില്ല, കട്ടൊന്നും ചെയ്യുന്നില്ല. ഈ ഒരൊറ്റ നൂല് കൊണ്ട് നമ്മൾ ഇത് ഫുള്ളും റൗണ്ടിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും തോന്നുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കൂടെ എടുത്തിട്ട് അങ്ങനെ ഒരു 4 റൗണ്ട് ചുറ്റുക. അതിന് ശേഷം പിന്നെ അടുത്തയിലേക്ക് നേരെ പോകുക. അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ട് തീരുന്നോടം വരെ, എല്ലാ സൈഡിലും കവർ ആവുന്നോടം വരെ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എക്സ്ട്രാ നൂലിൻ്റെ ആവശ്യമില്ല, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ വേറെ കളറിലുള്ളൊരു നൂലെടുക്കണം. അതിൽ നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളിതൊന്ന് ഈ നീഡിലിൽ നൂല് ചുറ്റിയിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോഴായിരിക്കും നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് കിട്ടുക. നമ്മളിപ്പം സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിയിട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ നൂലെത്തുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണം. നമ്മൾ ഈ കാർഡ്ബോർഡിൽ നിന്ന് ഇത് എടുത്തു കഴിയുമ്പം സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഡ്രസ്സിൽ വെക്കുമ്പം ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോകാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് സേഫായിട്ട് കെട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതുപോലെ കെട്ടിയിട്ടിട്ട് ബാക്കി നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഏതാണോ അതിന് വേണ്ട അത്രയും ഫ്ലവേഴ്സ് നമുക്ക് ഈ ഒരു ഇതും കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ഡിസൈനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ആ ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലും സ്റ്റിച്ച് ചെയ്യാത്ത ഡ്രസ്സിലും ഒക്കെ ചെയ്യാം. ഇതുപോലെ വെച്ച് ഇപ്പം ഞാനിപ്പോൾ ഒന്ന് വെച്ച് കാണിച്ചതാണ്. ഇനി നമുക്കിത് നോർമൽ നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ഡിസൈനനുസരിച്ച് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് നോർമൽ നീഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നോർമലി നമ്മുടെ ഡ്രസ്സിൽ നേരിട്ട് നീഡിൽ വെച്ച് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഇതിലേക്ക് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി റോളിൻ്റെ ആവശ്യം ഇതിനില്ല. പിന്നെ ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്തതേ ഉള്ളൂ. ഇതില്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതില്ലാതെയാണ് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചത്. ഞാനിപ്പം ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ തന്നെ അടിയിലും ചെയ്ത് കുറച്ച് ബീഡ്സൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് മാറ്റമൊക്കെ വരുത്താം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുകയും വേണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്